നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ചികിത്സാ പ്രതിസന്ധി എന്ന ആരോപണങ്ങൾ ഡോക്ടർ ഹാരിസ് ചിറക്കലിനെ പിന്തുണച്ച കേരള ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ടീച്ചേഴ്സ് അസോസിയേഷൻ രംഗത്ത് വരികയാണ്. മാത്രമല്ല, ഡോക്ടർ ഹാരിസ് ചിറക്കൽ പറഞ്ഞ നിലപാടിനോട് ഉറച്ചു തന്നെ നിൽക്കുകയാണെന്നും ഏത് കാരണവശാലും പിന്നോട്ടില്ല എന്നും വ്യക്തമാക്കുകയാണ്. തന്റെ ജോലി കളയേണ്ടി വന്നാൽ പോലും സാരമില്ല എന്നും അവിടെ നടക്കുന്ന വാസ്തവം എന്താണെന്ന് ലോകം അറിയണമെന്നും ഹാരിസ് പറയുകയാണ്. ഡോക്ടർ ഹാരിസിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വൈകാരിക പ്രകടനമാണെന്ന DMAയുടെ വാദങ്ങൾ KGMCTA ആയിട്ടുള്ള പ്രസിഡന്റ് ഡോക്ടർ റോസന്ന നായർ ബീഗം തള്ളിയിരിക്കുകയാണ്. ഹാരിസ് ചിറക്കലിനെതിരെ അച്ചടക്ക നടപടി എടുത്താൽ സംഘടന ശക്തമായി ഇടപെടുമെന്നും ഡോക്ടർ റോസന്നാര ബീഗം വ്യക്തമാക്കുന്നു. പോസ്റ്റ് വൈകാരിക പ്രകടനമായി കണക്കാക്കാൻ കഴിയില്ല, വിവാദത്തിന്റെ ആവശ്യവുമില്ല. ഇത്തരം പ്രശ്നങ്ങൾ ഇതിനു മുമ്പും പലരും സംഘടനയിൽ ഉന്നയിച്ചിട്ടുണ്ട്. ഹാരിസ് ചിറക്കലിനെതിരെ നടപടിയെടുത്താൽ സംഘടന ഇടപെടുമെന്നും ഡോക്ടർ റോസന്നാര ബീഗം പറയുകയാണ്. അതേസമയം ചികിത്സാ പ്രതിസന്ധി ആരോപണം 4 അംഗ വിദഗ്ധ സമിതി അന്വേഷിക്കും. സമഗ്ര അന്വേഷണം നടത്താനാണ് വകുപ്പിന്റെ തീരുമാനം. ഡോക്ടർ ഹാരിസ് ചിറക്കലിന്റെ തുറന്നു പറച്ചിലിനോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ഉപകരണക്ഷാമം സജീവ ചർച്ചയാവുകയാണ്. സ്റ്റോക്ക് പുതുക്കുന്നതിലെ കാലതാമസവും കുടിശ്ശിക തീർക്കുന്നതും വിദഗ്ധ ചികിത്സാ വിഭാഗങ്ങളെ സാരമായി ബാധിക്കുന്നുണ്ട്. എല്ലാ വർഷവും 2 തവണയാണ് DME ഓഫീസിൽ നിന്ന് മെഡിക്കൽ കോളേജുകളിലെ വകുപ്പ് മേധാവികളോട്, അതായത് വകുപ്പിലെ ആവശ്യമായ ഉപകരണങ്ങളുടെ പട്ടിക ചോദിക്കാറുള്ളത്. ഇതിനിടയിൽ ആവശ്യാനുസരണം ഉപകരണങ്ങൾ ചോദിക്കാം. പക്ഷേ ഫണ്ട് അനുവദിക്കുന്നതിലെ കാലതാമസം മൂലം പലപ്പോഴും ഈ പട്ടിക അനുസരിച്ചുള്ള ഉപകരണങ്ങൾ കിട്ടാൻ വൈകും. പലപ്പോഴും പൊതു ഉപകരണങ്ങൾ പരസ്പരം സഹകരിച്ച് ഉപയോഗിച്ച് വകുപ്പുകൾ പ്രതിസന്ധി ഒഴിവാക്കും. എന്നാൽ ഒരു വകുപ്പിന് മാത്രമായി ആവശ്യമുള്ള ഉപകരണങ്ങൾക്ക് ക്ഷാമം ഉണ്ടായാൽ കടുത്ത പ്രതിസന്ധിയാണ് നേരിടുക. മൂത്രാശയ കല്ലിന്റെ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന ലിത്തോഗ്ലാസ്റ്റ് പ്രൊബെന്ന ഉപകരണത്തിലുണ്ടായ ക്ഷാമമാണ് ഡോക്ടർ ഹാരിസിന്റെ തുറന്നു പറച്ചിലിന് കാരണം. ഇതേ ചികിത്സയ്ക്ക് വേണ്ട ESWL എന്ന ഉപകരണത്തിന് യൂറോളജി വിഭാഗം അപേക്ഷ നൽകിയിരുന്നു. അതും കിട്ടിയിട്ടില്ല. 5 ലക്ഷത്തിന് മുകളിലുള്ള എല്ലാ പർച്ചേസും മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ വഴിയാണ്. കുടിശ്ശിക തീർക്കാത്തതിനാൽ പല കമ്പനികളും KMSEL സ്റ്റോക്ക് നൽകാൻ തയ്യാറുമല്ല. ഇതും വിദഗ്ധ ചികിത്സാ വിഭാഗങ്ങളെ സാരമായി തന്നെ ബാധിച്ചിട്ടുണ്ട്. എല്ലാത്തിനും നമ്പർ 1 എന്ന് ആവർത്തിച്ച് അവകാശപ്പെടുന്നതിനിടയിലാണ് ആരോഗ്യവകുപ്പിനെ വെട്ടിലാക്കി ഡോക്ടർ ഹാരിസ് ചിറക്കൽ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത്. മികച്ച ഡോക്ടർ എന്ന പേരെടുത്തിട്ടുള്ള ഹാരിസിന്റെ തുറന്നു പറച്ചിൽ ഗൗരവത്തോടു കൂടിയാണ് ആരോഗ്യ മേഖല കാണുന്നത്. പല വകുപ്പ് മേധാവികളും പറയാൻ മടിച്ച കാര്യങ്ങളാണ് ഡോക്ടർ ഹാരിസ് ചട്ടം നോക്കാതെ പുറത്തു പറഞ്ഞത് എന്നാണ് മെഡിക്കൽ കോളേജ് ആശുപത്രി ഡോക്ടർമാർ പോലും പറയുന്നത്. വെള്ളായണി സർവകലാശാലയിലെ വിദ്യാർത്ഥിയായി 23-കാരന്റെ ശസ്ത്രക്രിയ മാറ്റിവെക്കേണ്ടി വന്നതോടുകൂടിയാണ് ഡോക്ടർ ഹാരിസ് പോസ്റ്റ് ഇട്ടത്. വിദ്യാർത്ഥി ഇപ്പോഴും മെഡിക്കൽ കോളേജ് ചികിത്സയിൽ കഴിയുകയാണ്. ഡോക്ടർ ഹാരിസിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് നമുക്ക് നോക്കാം. അതിൽ നിന്ന് ചില ഭാഗമാണ്. സർക്കാർ മെഡിക്കൽ കോളേജിലെ ഒരു വകുപ്പ് മേധാവിയുടെ ഏറ്റവും വലിയ നിസ്സഹായ അവസ്ഥയാണ് ചികിത്സയ്ക്ക് ആവശ്യമായ ഉപകരണങ്ങളുടെ ലഭ്യത കുറവ്. ഇന്ന് നിരവധി ഓപ്പറേഷനുകളാണ് മാറ്റിവെക്കേണ്ടി വന്നത്. സ്വകാര്യ ആശുപത്രികളിൽ ഒന്നും പോകാൻ സാമ്പത്തികമായി ശേഷിയില്ലാത്ത 100 കണക്കിന് ജനങ്ങളാണ് തിരുവനന്തപുരം സർക്കാർ മെഡിക്കൽ കോളേജിൽ അഭയം തേടുന്നത്. തീവ്രമായ വേദനയോടെ ഗുരുതരമായ വൃക്കരോഗങ്ങളൊക്കെ അവശരമായ നിരവധി സാധാരണ ജനങ്ങൾ ചികിത്സയ്ക്കായി ഒരു വശത്ത്, എതിർവശത്ത് ഉപകരണങ്ങളുടെ ക്ഷാമം, അത് പരിഹരിക്കാൻ താല്പര്യമില്ലാത്ത ഉദ്യോഗസ്ഥ വൃത്തങ്ങൾ, നിയമങ്ങളുടെ നൂലാമാലകൾ. നിസ്സഹായ അവസ്ഥയിലാകുന്നത് ഡോക്ടർമാരും വകുപ്പ് മേധാവിയും. 1 രൂപയുടെ പോലും പർച്ചേസിംഗ് അവർ ഇല്ലാത്ത വകുപ്പ് മേധാവി ഓഫീസർ കയറിയിറങ്ങി ചെരുപ്പ് തേഞ്ഞ് രാഷ്ട്രീയക്കാരോടും ഉദ്യോഗസ്ഥരോടും അപേക്ഷിച്ച സാഹചര്യങ്ങൾ വിശദീകരിച്ചും മടുത്തു. മാസങ്ങൾക്ക് മുൻപ് നൽകിയ അപേക്ഷയിൽ നടപടിയാവുകയോ ഉപകരണം വാങ്ങുകയോ ചെയ്യാത്തതിനാൽ ഇന്ന് ഓപ്പറേഷൻ ക്യാൻസൽ ചെയ്തത് ഒരു കോളേജ് വിദ്യാർത്ഥിയാണ്. എന്റെ മകന്റെ അതേ പ്രായം. ഇന്ന് ഓപ്പറേഷൻ ക്യാൻസൽ ചെയ്തു എന്ന് അവനോട് പറയുമ്പോൾ ലജ്ജയും നിരാശയുമാണ് തോന്നുന്നത്. ഇതുപോലെ എത്രയോ പേർ ഉപജീവിതം നഷ്ടപ്പെടുത്തി ചികിത്സയ്ക്ക് ആഴ്ചകളോളം കിടക്കുന്നവർ, കൂടെ ഇരിക്കാൻ ബന്ധുക്കൾ ഇല്ലാതെ കൂലി കൊടുത്ത് ആരെയെങ്കിലും ഒപ്പം ഇരുത്തുന്നവർ, ആരുടെയെങ്കിലും പണം കടം വാങ്ങിയും സ്വന്തം ഓട്ടോറിക്ഷയോ മറ്റോ ഈട് നൽകി ലോൺ എടുത്തും ചികിത്സയ്ക്ക് വേണ്ടി വരുന്നവർ, ബന്ധുക്കൾ അനാഥാലയങ്ങളിൽ തള്ളിയവർ, ലോട്ടറി കച്ചവടം ചെയ്ത വഴിയിൽ ഭിക്ഷയെടുത്ത് ഒക്കെ വരുന്ന ധാരാളം പേർ, സമൂഹത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന വലിയൊരു വിഭാഗം ജനങ്ങളുടെ ഈ പരിച്ഛേദമായ ദിവസവും ഞാൻ മെഡിക്കൽ കോളേജിൽ കാണാറുണ്ട്. അവർക്ക് കൃത്യസമയത്ത് മികച്ച ചികിത്സ നൽകാൻ ഞാനും എന്റെ ഒപ്പം ജോലി ചെയ്യുന്ന ഡോക്ടർമാരും രാപ്പകൽ തയ്യാറാണ്. പക്ഷേ അനങ്ങാപ്പാറ പോലെ ബ്യൂറോക്രാറ്റ്സുകളുടെ മതിൽ മുന്നിൽ നിൽക്കുകയാണ് ചെയ്യുന്നത്. പല രോഗികളും പണം പിരിച്ചെടുത്ത് ഉപകരണങ്ങൾ വാങ്ങിത്തരുന്നത് കൊണ്ടാണ് കുറെയെങ്കിലും ഓപ്പറേഷനും ചികിത്സയും നടന്നു പോകുന്നത്. മാസങ്ങളോളം രോഗികൾ ഓപ്പറേഷൻ കാത്തിരിക്കുമ്പോൾ ദയവായി നിങ്ങൾ ഡോക്ടർമാരെ കുറ്റം പറയരുത്. നിങ്ങളുടെ വേദനയും അലച്ചിലും ബുദ്ധിമുട്ടുകളും ഞങ്ങൾക്ക് അറിയാതെ മറ്റാരാണ് അറിയാൻ സാധിക്കുക? അഹങ്കാരം കൊണ്ടോ കൈക്കൂലി തരാത്തത് കൊണ്ടോ അല്ല, പരിമിതികൾ മൂലമാണ്.
പലരോടും അപേക്ഷിച്ച് നടന്നിട്ടും യാതൊരു പരിഹാരവും ഇല്ലാത്തത് കൊണ്ടാണ് പൊതുജനങ്ങളുടെ മുന്നിൽ ഒരു വകുപ്പ് മേധാവി എന്ന നിലയിൽ ഈ കാര്യങ്ങൾ തുറന്നു പറയുന്നത്. ജോലി രാജിവെച്ച് പോയാലോ എന്ന ചിന്ത ശക്തമായി തന്നെ മനസ്സിൽ വരുന്നു. കൈക്കൂലിൽ വാങ്ങാത്ത, ആരുടെയും ഔദാര്യത്തിന് വേണ്ടി നടുവളയ്ക്കാത്ത ഒരു സർക്കാർ ഡോക്ടറുടെ ജീവിതവും ഔദ്യോഗിക ജീവിതവും ഒട്ടുമേ സുഖകരമല്ല. ഔദ്യോഗിക ജീവിതത്തിൽ ഇന്നുവരെ ഒരു രൂപ പോലും ഞാൻ കൈക്കൂലി വാങ്ങിയിട്ടില്ല. അത് ഉറപ്പുള്ളത് കൊണ്ടാണ് പൊതുജനങ്ങളുടെ മുന്നിൽ ഞാൻ ഇത് എഴുതുന്നത്. ഇന്നുവരെ ഒരു സ്കാനിംഗ് സെന്ററിൽ നിന്നോ സ്വകാര്യ ലാബിൽ നിന്നോ ഒരു രൂപ പോലും കമ്മീഷൻ വാങ്ങിയിട്ടില്ല. ശരിയല്ല എങ്കിൽ ആർക്ക് വേണമെങ്കിലും ഇവിടെ എഴുതാം. കണ്ണൂർ മെഡിക്കൽ കോളേജ് മുതൽ കേരളത്തിലെ അങ്ങോളം ഇങ്ങോളമുള്ള എല്ലാ മെഡിക്കൽ കോളേജുകളിലും ജോലി ചെയ്തിട്ടുണ്ട്. ട്രാൻസ്ഫറിന് വേണ്ടി ആരുടെയും കൈയും കാലും പിടിച്ചിട്ടുമില്ല. ലോഡ്ജുകളിലും വാടക വീടുകളിലും ക്വാർട്ടേഴ്സുകളിലും ഒറ്റയ്ക്ക് പാചകം ചെയ്ത് വളരെ പരിമിതമായ സാഹചര്യങ്ങൾ സഹിച്ചാണ് 1997 മുതൽ ജോലി ചെയ്തത്. പ്രൈമറി സ്കൂൾ മുതൽ സൂപ്പർ സ്പെഷ്യാലിറ്റി വരെ ഈ സർക്കാർ സ്ഥാപനങ്ങളിൽ പൊതുജനങ്ങളുടെ ചിലവിൽ പഠിച്ചതിന് പ്രത്യുപകരമായി അവരോടുള്ള നന്ദിയും കടപ്പാടും സർക്കാരിനോടുള്ള കടപ്പാട് മാത്രമാണ് പ്രചോദനമായി മാറിയിട്ടുള്ളത്. ഒപ്പം പഠിച്ചിരുന്ന എല്ലാവരും സ്വകാര്യ വിദേശ ജോലി സ്വീകരിച്ച് വലിയ സമ്പന്നരായപ്പോൾ ഞാൻ ഇന്നും വളരെ സാധാരണക്കാരനായി ജീവിക്കുന്നു. പണം സമ്പാദിച്ചില്ല എന്ന യാതൊരു വിഷയവുമില്ല. ഇന്നും ഞായറാഴ്ച ഉൾപ്പെടെ എല്ലാ ദിവസങ്ങളും രാപ്പകൽ ഓടി നടന്ന് ജോലി ചെയ്യുന്ന കാര്യം ആശുപത്രിയിൽ നിന്ന് വന്നിട്ടുള്ള എല്ലാ രോഗികൾക്കും നന്നായി അറിയാം. പരിമിതികൾ കൊണ്ട് വീർപ്പ് മുട്ടുമ്പോൾ ചിലപ്പോൾ പൊട്ടിത്തെറിക്കാറുണ്ട്. രോഗികളോടോ സഹപ്രവർത്തകരോടോ മറ്റോ നിയന്ത്രണം വിട്ടുപോകുമ്പോൾ ചെയ്യുന്നതാണ്. മനഃപൂർവ്വം ചെയ്യുന്നതല്ല, എങ്കിലും അതൊരു തെറ്റാണ്. അത് മാത്രമാണ് എന്റെ ഭാഗത്ത് നിന്ന് വരുന്ന ഒരേ ഒരു തെറ്റ് എന്ന് പറയുന്നത്. ഇന്നും അദ്ദേഹത്തിന്റെ നിലപാടിൽ ഉറച്ചു നിന്നു. അദ്ദേഹത്തിന്റെ ചില പ്രധാനപ്പെട്ട വാക്കുകൾ ചില ഭാഗം ഒന്ന് കേൾക്കാം. അത് ഞാൻ പല പ്രാവശ്യം CTI ഞങ്ങളുടെ സംഘടനയിലും ഒക്കെ ഞാൻ പറഞ്ഞതാണ്. നമ്മളിങ്ങനെ പ്രശ്നങ്ങൾ നമ്മൾ അധികാരികളെ അറിയിക്കണം. ഇവര് ഇപ്പോൾ നമ്മുടെ തൊട്ട് മേലുള്ള അധികാരികൾ ഇവർ പറയുന്നില്ല എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ AGM-CTI നേതാക്കൾ നേരിട്ട് മിനിസ്റ്ററെയോ അല്ലെങ്കിൽ അതുപോലെ ബന്ധപ്പെട്ടവരെയോ പോയി കാര്യങ്ങൾ ധരിപ്പിക്കണമെന്ന് ഞാൻ പല പ്രാവശ്യം കമ്മിറ്റികളിൽ പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷെ അത് എത്രത്തോളം നടന്നിട്ടുണ്ട് എന്ന് എനിക്കറിയില്ല. ഒരു വർഷത്തിലധികമായി പ്രശ്നമുണ്ട്. കഴിഞ്ഞ സാമ്പത്തിക വർഷം ഏറ്റവും കൂടുതൽ ഫണ്ട് ഉപയോഗിച്ചത് യൂറോളജി ഡിപ്പാർട്ട്മെന്റിനാണ് മെഡിക്കൽ സൂപ്രണ്ട് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഉപയോഗിക്കുന്നത് ഫണ്ട് ഇത്രയും കിട്ടിയിട്ടുണ്ടോ? ഫണ്ട് ഉപയോഗിച്ചു എന്ന് പറഞ്ഞിട്ട് അവർ എന്താണ് അത് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ല. ഈ ഫണ്ട് ഉപയോഗിച്ചു എന്ന് പറഞ്ഞാൽ അവർ ആവശ്യമുള്ള സാധനങ്ങൾ എത്തണ്ടേ? നമ്മളല്ലാതെ ഈ ഫണ്ട് ഉപയോഗിച്ച് വാങ്ങിക്കുന്ന സാധനങ്ങൾ നമ്മൾ എന്തിനാണ് കള്ളം പറയുന്നത്? അതിനകത്ത് ഫണ്ട് ഉപയോഗിച്ച് കഴിഞ്ഞ പ്രാവശ്യം വന്ന സാധനങ്ങളെന്ന് പറയുന്നത് ഒരു ക്യാമറ, കുറച്ച് സാധനങ്ങൾ 10-30 ലക്ഷം രൂപയ്ക്കുള്ള സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ട്. പക്ഷെ അതൊന്നും പോരാ. ഒരു 10,000-2,000 ഓപ്പറേഷൻ ചെയ്യണം. അല്ലെങ്കിൽ ദിവസം 200 പേഷ്യൻ്റ് വെച്ച് ഏതാണ്ട് 58,000 പേഷ്യൻസാണ് ഒരു വർഷം നമ്മുടെ കഴിഞ്ഞ വർഷത്തെ സ്റ്റാറ്റിസ്റ്റിക്സ്. അതിലൊന്നും ഈ എമൗണ്ടിലൊന്നും ഒന്നും വരില്ല. നമുക്ക് ഓരോ തരത്തിലുള്ള ഒരുപാട് തരത്തിലുള്ള പലതരം അസുഖങ്ങൾക്ക് പലതരം ട്രീറ്റ്മെൻറ്റാണ് വേണ്ടത്. അതിനെല്ലാം ഉള്ള ഉപകരണങ്ങളാണ്, അതിൻ്റെ ആക്സസറീസും നമുക്ക് റെഗുലറായിട്ട് സപ്ലൈ വേണം. അപ്പോൾ ഇവരെയൊക്കെ എപ്പോഴും നമ്മളൊരു പോയിന്റ് പറയുമ്പോൾ നിങ്ങൾക്ക് ഇത്രയും രൂപ വാങ്ങിച്ചു തന്നിട്ടില്ലേ, ഇത്ര ലക്ഷം രൂപയ്ക്കുള്ള സാധനം വാങ്ങിച്ചു തന്നിട്ടില്ലേ എന്നാണ് അവർ കൗണ്ടർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിലെന്താണ് പ്രായോഗിക ബുദ്ധി? ഉപകരണമില്ല എന്ന് പറയുകയും ഒരു ശസ്ത്രക്രിയ മുടങ്ങിയതിനു ശേഷമാണ് വിശദീകരണം. 67 ലക്ഷം രൂപ കഴിഞ്ഞ സാമ്പത്തിക വർഷം യൂറോളജിക്ക് നൽകുന്നു. അതിനകത്ത് 30 ലക്ഷം രൂപ വീതം 2 സർക്കാരിൽ നിന്നും ബജറ്റിൽ നിന്നും അല്ലാതെ നിന്നുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. 2898 ശസ്ത്രക്രിയകൾ നടന്നെന്ന് പറയുന്നുണ്ട്. ഈ ഉപകരണം ഉപയോഗിച്ചിട്ട് നടന്നെന്ന് പറയുന്നത്. പക്ഷേ ഈ നടന്ന കണക്കുകളുണ്ട്. ഇത് എവിടെയാണ് മുടങ്ങിയതെന്നുള്ളത് മാത്രം വിശദീകരിക്കുന്നില്ല. അതെങ്ങനെയാണ് അത് അഡ്രസ് ചെയ്തിട്ടുള്ളത്? എങ്ങനെ മുടങ്ങിയെന്നുള്ളത്? ഉപകരണങ്ങൾ മാത്രം പോരല്ലോ, ഉപകരണങ്ങളുടെ ആക്സസറീസ് വേണ്ടേ? ഉപകരണങ്ങളിലെ ഈ പ്രോബുകളെ, അതിൻ്റേതായിട്ടുള്ള അതിൻ്റെ സംവിധാനങ്ങളെ, ഇങ്ങനെ കുറേ സാധനങ്ങൾ അത് വേണം. ഒരു ഉപകരണം മാത്രം ഉള്ളത് കൊണ്ട് മാത്രം നടക്കും. ഈ ലിത്തോക്ലാസ്റ്റ് തന്നെ, ഈ ലിത്തോക്ലാസ്റ്റ് വാങ്ങിച്ചിട്ട് ഇപ്പോൾ എനിക്ക് തോന്നുന്ന ഒരു 4-5 വർഷമെങ്കിലും ആയിക്കാണ്. ഈ ലിത്തോക്ലാസ്റ്റ് പ്രോബാണ് ഇതിനകത്തുള്ള എപ്പോഴും വരുന്ന മുടക്കം. ഈ പ്രോബുകൾ കൃത്യമായിട്ട് സപ്ലൈ ചെയ്യുന്നില്ല. അപ്പോൾ സപ്ലൈ ചെയ്യാതെ വരുമ്പോഴേക്കും ആ സമയത്ത് സർജറി മുടങ്ങും. ഇതുപോലെ നമ്മൾ മറ്റു ഉപകരണങ്ങൾ, സിസ്റ്റോസ്കോപ്പുകൾ, മറ്റൊരുപാട് ഒരു ശസ്ത്രക്രിയ ചെയ്യണമെങ്കിൽ എൻ്റെ കണക്ക് കൂട്ടലിൽ ഏതാണ്ട് ഒരു 12 പരം ഉപകരണങ്ങൾ നമുക്ക് വേണം. ഒരു ശസ്ത്രക്രിയയ്ക്ക് വിവിധ തരത്തിലുള്ള അതിൻ്റെ കേബിളുകൾ, അതിൻ്റെ കണക്ടറുകൾ, അതിൻ്റെ ഒരുപാട് സാധനങ്ങളൊക്കെ വേണം. ഇതിൽ ഏതെങ്കിലും ഒരു സാധനം ഇല്ലെങ്കിൽ തന്നെ ആ ഉപകരണം ഉപയോഗിക്കാൻ പറ്റത്തില്ല. നമുക്ക് അന്ന് ആ ശസ്ത്രക്രിയ നടക്കത്തില്ല. ഇപ്പം തന്നെ കഴിഞ്ഞ ഒരു 30 ഡിഗ്രി ടെലസ്കോപ്പ് എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ നമ്മൾ ഉപയോഗിക്കുന്നത് 30 ഡിഗ്രി ടെലസ്കോപ്പാണ്. ആ 30 ഡിഗ്രി ടെലസ്കോപ്പ് നമ്മളിപ്പോൾ കേടായി കിടന്നിട്ട് നമ്മളത് എഴുതി കൊടുത്തിട്ട് അതൊന്നും യാതൊരു ഇതുമില്ല. മാത്രമല്ല അത് കഴിഞ്ഞ പ്രാവശ്യം അത് എഴുതി കൊടുത്തപ്പോഴാണ് വലിയ പ്രശ്നങ്ങളുണ്ടായത്. അത് മനഃപൂർവ്വം ഡോക്ടർമാർ കുത്തിയൊടിച്ചതാണ്, എന്തോ മോട്ടീവാണ് അതിൻ്റെ പിന്നിൽ എന്നൊക്കെ പറഞ്ഞ് സ്വകാര്യ ലോബിയെ രക്ഷിക്കാനാണെന്നൊക്കെ പറഞ്ഞ് പത്രത്തിലൊക്കെ വാർത്ത വന്നു. ഇത് മനുഷ്യാവകാശ കമ്മീഷൻ അത് കേസ് ഏറ്റെടുത്തു. അങ്ങനെ വലിയ ഗുരുതരമായിട്ട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. നമ്മളൊരു ഉപകരണം ചോദിക്കുമ്പോൾ പോലും നമ്മളിങ്ങനെ അപഹസിക്കുകയും നമ്മളിങ്ങനെ കേസ് കൊടുക്കുകയും മോശക്കാരനാക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഉപകരണം ചോദിക്കുമ്പോൾ അത് നമുക്കെന്തോ ആ കമ്മീഷൻ വാങ്ങിക്കാനാണ്, അതല്ലേ എന്തോ അല്ലെങ്കിൽ അത് കുത്തിയൊടിച്ച് കളയണമെന്നൊക്കെ പറയുന്നതിനകത്ത് എന്താണ് അതിനകത്തുള്ള ഒരു
കഴിഞ്ഞ പ്രാവശ്യം കൊടുത്തിരുന്നത് നിങ്ങളെല്ലാം പത്രത്തിൽ വായിച്ചാണ്. നിങ്ങളുടെ ഏതോ ഒരു പത്രത്തിലൊക്കെയാണ് അത് വന്നിരുന്നത്. അത് ആരാണ് കൊടുക്കുന്നതെന്നോ ഒന്നും അതിനകത്ത് ആക്ഷേപങ്ങൾ പത്രത്തിൽ ഇങ്ങനെ വന്നു. അത് ആരാണ് ആക്ഷേപം കൊടുത്തത് എന്ന് നമുക്കറിയില്ലല്ലോ. ആരോ ഒരു പത്ര റിപ്പോർട്ടറാണ് അത് എഴുതിയിരിക്കുന്നത്. അത് ആരാണ് ന്യൂസ് ഫീഡ് ചെയ്തതെന്നറിയില്ല. അല്ല, ഇത് തന്നെയാണ് ചോദിക്കുന്നത്. ഇത് നമ്മളിപ്പോൾ ഉപകരണങ്ങൾ ചോദിക്കുമ്പോൾ അവർ പറയുന്നത് നമ്മൾ ഈ പത്രത്തിൽ നമ്മളെ അപഹസിക്കുകയില്ലേ. പിന്നെ നമ്മളിതും കൊണ്ട് ആരുടെ പോയി ചോദിക്കാൻ പോകുന്നില്ല. പത്രത്തിൽ ലോകം ഒരുപാട് അറിയല്ലേ. ഇതുപോലെ ഉപകരണം വാങ്ങിക്കാൻ വേണ്ടി, പുതിയ ഉപകരണം വാങ്ങിക്കാൻ വേണ്ടി കുത്തിയൊടിച്ച് കളയുന്നു, ഡോക്ടർ സ്വകാര്യ ആശുപത്രി സഹായിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് പത്ര റിപ്പോർട്ട് വന്നതല്ലേ. ഇതേ ആറ്റിറ്റ്യൂഡ് അവർ പിന്തുടരുന്നത് കൊണ്ടാണ് അവരുടെ മേളിൽ ഞാൻ സോഷ്യൽ മീഡിയ ഞാൻ ആശ്രയിച്ചത്. അവരുടെ മേളിൽ നിന്ന് യാതൊരു നീതിയും കിട്ടുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്. അവരെ നീതി എനിക്ക് തന്നിരുന്നെങ്കിൽ എനിക്കിതിൻ്റെ ഒരു ആവശ്യമില്ല. ഞാനൊരു ആവശ്യം പറയുമ്പോൾ പ്രിൻസിപ്പലോ സൂപ്രണ്ടോ കേട്ടിരുന്നെങ്കിൽ എനിക്കിതിൻ്റെ വേറെ ഇതുപോലെയുള്ള മാർഗങ്ങളിൽ പോകേണ്ട കാര്യമില്ല. സൂപ്രണ്ടും പ്രിൻസിപ്പലും ഒക്കെ അടക്കമുള്ള കാര്യങ്ങളും ആളുകളും ഈ മെഡിക്കൽ കോളേജിലെ പ്രതിസന്ധികൾ മറച്ചു വെക്കുവാണ്. പ്രിൻസിപ്പലിനെ ഞാൻ കുറ്റം പറയുന്നില്ല. കാരണം പ്രിൻസിപ്പൽ ഇപ്പോൾ പുതിയ ആളാണ്. അദ്ദേഹത്തിന് കാര്യങ്ങൾ ഇപ്പോൾ പഠിച്ചു വരുന്നതേ ഉള്ളൂ. ഇതിനു മുമ്പ് സൂപ്രണ്ട് കുറച്ച് നാളായിട്ടുള്ള ആളാണ്. അവർക്കൊക്കെ കാര്യങ്ങളൊക്കെ അറിയാം. ഇവിടെയുള്ള പ്രശ്നങ്ങളൊക്കെ അവർക്ക് അറിയാതിരിക്കുകയൊന്നുമില്ല. അവർക്കറിയാം. എന്നിട്ട് അവരിതുപോലെ ഈ നമ്മളെന്തെങ്കിലും കാര്യങ്ങൾ ഇപ്പം നിങ്ങൾ പറഞ്ഞല്ലോ, അവർ ഇത്ര ലക്ഷം രൂപയ്ക്ക് സാധനം വാങ്ങിച്ചു തന്നു, ഇത്ര ലക്ഷം രൂപയ്ക്ക് അവർ മുടക്കി എന്ന് പറയുമ്പോൾ അപ്പോൾ എന്താണ് പ്രശ്നം എന്നുള്ളത് അവർ ചോദിക്കണ്ടേ. എന്നിട്ട് എന്തുകൊണ്ടാണ് ഈ പ്രശ്നം വരുന്നതെന്ന് അവർ ഇന്ന് വരെ എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചിട്ടില്ല. എല്ലാം ഉണ്ട്. ആ രേഖകൾ ഉള്ളത് കൊണ്ടാണ് തന്നെയാണ് ഞാനിത് ശക്തമായിട്ട് പറയുന്നത്. ഇത് അയച്ച മിക്ക കോപ്പികളും എൻ്റെ കയ്യിലുണ്ട്. കാരണം ഇത് ഒന്ന്, ഞാൻ തിരക്കുള്ള ഒരു വ്യക്തിയാണ്. ഞാൻ ഈ ഓഫീസിൽ ചെയറിലിരുന്ന് ഒപ്പിട്ട് നടക്കുന്ന ആളല്ല. ഞാൻ രാവിലെ ഹോസ്പിറ്റലിൽ ചെന്നാൽ മുതൽ വൈകുന്നേരം 4 മണി വരെ, 5 മണി വരെ, ചില സമയത്ത് 6 മണിയോ അതിന് രാത്രിയിലും തുടർച്ചയായിട്ട് ആശുപത്രിയിൽ ജോലി ചെയ്യുന്ന വ്യക്തിയാണ്. ഒരുപാട് പേഷ്യൻസ് വരുന്നുണ്ട്. അവർക്ക് ഒരുപാട് തരം പ്രശ്നങ്ങളുണ്ട്. എൻ്റെ തലയിലെല്ലാം പലപ്പോഴും അത് തന്നെ ആയിരിക്കും. അതിൻ്റെ ഇടയ്ക്ക് കിട്ടുന്ന പിന്നെ അഡ്മിനിസ്ട്രേറ്റീവ് വർക്കും, പിന്നെ കൂടാതെ അക്കാഡമിക്സും പിള്ളേരെ പഠിപ്പിക്കണം, കൂടാതെ ഒരുപാട് ജോലികളുള്ളതാണ് ഡിപ്പാർട്ട്മെൻറ്റിൽ. ഇതെല്ലാം വൈകുന്നേരം ക്ലാസ് ഉണ്ട്. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷമേ എനിക്ക് അഡ്മിനിസ്ട്രേറ്റീവ് വർക്കിനുള്ള സമയം കിട്ടത്തുള്ളൂ. അപ്പോഴാണ് ഞാൻ രാത്രിയിലൊക്കെ ഇരുന്നാണ് പലപ്പോഴും ഇവിടെ ഇരുന്ന് ഇതിനകത്ത് ഇത്തരം റിക്വസ്റ്റുകളൊക്കെ പ്രിപ്പയർ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് സമയത്തിൻ്റെ കുറവുണ്ട്. ചിലപ്പോൾ നമ്മളിത് അവരെ വിശ്വസിച്ച് നമ്മളാ കോപ്പി കൊടുക്കും. ചിലതിന് കോപ്പികൾ കാണത്തില്ല, ചിലത് നേരിട്ട് അവരെ കാണുമ്പോൾ പറയും. പിന്നെ ഒരുപാട് കമ്മിറ്റികളുണ്ട്. കമ്മിറ്റികളിൽ നമ്മൾ പോകും, അത് മിനിറ്റ് ആക്കും. പക്ഷേ മിനിറ്റിൻ്റെ പലപ്പോഴും കോപ്പി നമുക്ക് കിട്ടാറില്ല. ഇങ്ങനെ പല ഘട്ടങ്ങളിൽ നമ്മൾ അറിയിച്ചിട്ടുണ്ട്. പലതിൻ്റെയും എൻ്റെ കോപ്പി എൻ്റെ കയ്യിലുണ്ട്. ഭൂരിപക്ഷത്തിൻ്റെയും കോപ്പി എൻ്റെ കയ്യിലുണ്ട്. പക്ഷേ ഈ കോപ്പികൾ മാത്രം വിശ്വസിക്കേണ്ട കാര്യമില്ല. അതിൻ്റെ പുറമേ നമ്മളിത് എല്ലാ സദസ്സുകളിലും ഇവരെ DME ആയാലും പ്രിൻസിപ്പലായാലും ഏത് കമ്മിറ്റി വിളിച്ചാലും ഞാൻ അതിന് അറ്റൻഡ് ചെയ്യുകയും കാര്യങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്യാറുണ്ട്. തീർച്ചയായിട്ടും കടുത്ത മാനസിക സമ്മർദ്ദമാണ്. കാരണം നമ്മുടെ മുമ്പിൽ വരുന്ന രോഗികളുടെ വിഷമവും അവരുടെ ബുദ്ധിമുട്ടുകളും നമ്മളൊരു സൈഡ് കാണുകയും നമ്മളൊരു നിസ്സഹായ അവസ്ഥയിൽ ഇപ്പുറത്ത് നിൽക്കുകയും ചെയ്യുമ്പോൾ നമ്മളെ ആരും സഹായിക്കാനില്ലല്ലോ, നമുക്ക് അതിന് വേണ്ടുന്ന സപ്പോർട്ട് കിട്ടുന്നില്ല എന്നുള്ളതിൻ്റെ ആ ഒരു നിസ്സഹായാവസ്ഥ ഞാനത് ഫേസ്ബുക്കിൽ എഴുതിയിരുന്ന അത് ആ അവസ്ഥ തന്നെയാണ് ഇപ്പോഴും. എൻ്റെ KGM-CT നമ്മുടെ പേരൻ്റ് ഓർഗനൈസേഷനാണ്. അവർക്ക് അത്ര അങ്ങനെ വലിയ കപ്പാസിറ്റി എന്നുള്ള ഓർഗനൈസേഷനൊന്നും അല്ല. എന്നാലും അവർ ഈ പറഞ്ഞതുപോലെ അവർ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എനിക്ക് അവരുടെ സപ്പോർട്ടൊന്നും അല്ല. എനിക്ക് പിന്നെ ഈ പറഞ്ഞതുപോലെ ഇത് ആരെ തോപ്പിക്കാനോ ആർക്ക് വേണ്ടി വെല്ലുവിളിയോ നമുക്ക് അതൊന്നുമല്ല. ഈ പ്രശ്നങ്ങൾ പരിഹരിച്ച് കിട്ടിയാൽ തന്നെ മതി. ഈ പ്രശ്നങ്ങൾ ഇന്നും എല്ലാ കാലത്തും ഇത് പരിഹരിച്ച് ജനങ്ങൾക്ക് വേണ്ടി ഇതിന് ഒരു നല്ല രീതിയിൽ ഇത് മുമ്പോട്ട് പോകണം. അത്ര മാത്രമേ എൻ്റെ ആവശ്യമുള്ളൂ.